ഹലോ ഹായ് എല്ലാ കൂട്ടർക്കും സുഖമല്ലേ. ഇന്ന് എനിക്ക് കേട്ടോ ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. ക്ലാത്തി മീനാണ് കേട്ടോ. ഈ ക്ലാത്തി മീൻ എനിക്ക് വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴും ഇടയ്ക്കൊരു കാവണിക്കരിക്ക് മാത്രമേ അത് കിട്ടാറുള്ളൂ, അതുകൊണ്ട് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ അടുക്കളയിൽ വന്ന പുതിയ അതിഥികളെയൊക്കെ ഞാൻ മാറ്റി കേട്ടോ. അതിഥികളെ സമയം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞ് അതിഥിയെ മാറ്റി അതിൻ്റെ അടുക്കള ഞാൻ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അടുക്കള ഒതുക്കി ഒരു പാത്രമാക്കി എടുക്കണം. പിന്നെ ബാക്കി ഇന്ന് നാളെയും കൂടെ ആകുമ്പോൾ ഈ അടുക്കളയൊക്കെ അങ്ങ് ഫിനിഷാവും. അങ്ങനെ രാവിലെ ഒരു കിഴങ്ങ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്, അപ്പമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലെ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് ചോദിച്ചു. ഞാൻ സാധാരണ ചായ കുടിക്കുന്ന പതിവ് നിർത്തിയിട്ട് വർഷങ്ങളായി. ഇന്ന് എനിക്കെന്തോ രാവിലെ കൊച്ചു മോൻ രാത്രി പണി തരാറുണ്ട്. അവൻ രാത്രി ഉറങ്ങൂല. വെളുപ്പാങ്കാലം 4 മണിയിലേക്ക് നമ്മൾ കൊണ്ട് നടക്കും. 4 മണിക്ക് ശേഷം ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങി എണീക്കുന്നത്. അപ്പോൾ എന്ന് വിചാരിച്ചു ഒരു ചായ ഇട്ട് കുടിച്ച് പോയാന്ന്. അങ്ങനെ ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് വന്ന് അടുക്കള പണിയൊക്കെ തുടങ്ങി. രാവിലെ അപ്പം കിഴങ്ങ് സ്റ്റൂ ഒന്ന് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഈ ഇടുന്നത് ഇന്നാളുണ്ടാക്കിയ പയർ അരച്ച് വെച്ച് പയറും ബദാമൊക്കെ അരച്ച് വെച്ച സാധനം ഫ്രിഡ്ജിനകത്തിരുന്നാണ്. അത് കുറച്ചങ്ങ് വാരി തേച്ച് പിടിപ്പിച്ചിട്ട് വീട്ടിൽ ബാക്കി ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇതങ്ങ് ഉണങ്ങുന്ന സമയത്ത് തന്നെ കഴുകിക്കളയാം. അതും നമുക്കൊരു സുഖമുള്ള കാര്യമാണ്. നമ്മളെ മുഖത്ത് ഒരു സന്തോഷവും കിട്ടും, നമുക്ക് സന്തോഷം കിട്ടും, മുഖത്ത് സൗന്ദര്യവും വർദ്ധിക്കും. അങ്ങനെ ഞാനതൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരി വെച്ചു. ആ സമയം കൊണ്ട് അതൊക്കെ ഉണങ്ങി. അപ്പോഴേക്കും എൻ്റെ കൊച്ചു മോൻ എണീറ്റ് വന്നു. അവൻ്റെ അമ്മ കുളിക്കാൻ പോയി. പിന്നെ ഞാൻ അവനെ കൊണ്ട് നടന്ന് തട്ടിപ്പൊത്തിയൊക്കെ ഉറക്കാൻ നോക്കി. അങ്ങനെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവനെ ഞാൻ ഉറക്കി പറക്കിയൊക്കെ എടുത്തു. ഇനി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരം അവൻ്റെ അമ്മ കുളിയും ജമ്മുവായിട്ടൊക്കെ വരുമ്പോൾ താമസിക്കും. ഇവിടെ ഞാൻ കറിയൊക്കെ വെച്ചു അവനെ തട്ടി ഉറക്കി പറക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് കറിയൊക്കെ വെച്ചു. കറി വെച്ചപ്പം അവൻ വീണ്ടും എണീറ്റ് വന്നു. അപ്പം വീണ്ടും ചെന്ന് എടുത്തുകൊണ്ട് വന്നു ഒന്നുകൂടെ ഒന്ന് ഉറക്കിയിട്ട് തട്ടിലൊക്കെ കൊണ്ട് കിടത്തി. ഇതിനിടയ്ക്ക് ഞാൻ നെത്തോലി മീനൊക്കെ റെഡിയാക്കി അടുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞു. അങ്ങനെ തട്ടിൽ കൊണ്ട് കിടത്തി ഞാൻ നല്ല രീതിയിൽ ഗാനമേള പാടിക്കൊടുക്കുകയാണ്. ഗാനമേളയൊക്കെ ആയിട്ട് രസിച്ച് അങ്ങ് കിടക്കുന്നു. ഞാൻ എൻ്റെ കോതയ്ക്ക് എന്തോ പറയും, കോതയുടെ പാട്ടെന്നൊക്കെ എന്തൊക്കെ പറയുമല്ലോ, അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഗാനമേള. അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി അവനെ ഉറക്കി. പിന്നെ ഒരു കാര്യം പറയാതിരിക്കും, ഇപ്പം ചക്കക്കാലമില്ല. എനിക്ക് ചക്ക വയ്ക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. ചക്ക വയ്ക്കാൻ സമയമില്ല. ഇപ്പോഴത്തെ വീട്ടിൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് ചക്ക വയ്ക്കാനുള്ള ഒരു രക്ഷയില്ല. ചക്ക എനിക്ക് മാത്രം മതി. പക്ഷേ എനിക്ക് ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കയൊന്നും ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നത് എനിക്ക് വേണ്ടാന്ന്. പണ്ട് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ചക്കയുള്ള സമയമാണ് കേട്ടോ, ഞങ്ങളെ കുഞ്ഞുകാലങ്ങളിലൊക്കെ. അപ്പോൾ ഈ ചക്കക്കാലം വന്നാൽ എന്നും ചക്കയായിരിക്കും. ചക്ക ഒഴിഞ്ഞൊരു ദിവസമില്ല. എനിക്ക് അന്ന് ദൃഷ്ടിയിൽ കണ്ടുവരാത്തൊരു സാധനമാണ് ഈ ചക്ക എന്ന് പറയുന്നത്. ഞാൻ അമ്മയോട് പറയും, ലാവിനോട് പറ ചക്ക കായ്ക്കണ്ട, ലാവിൽ മരിച്ചിന് കായ്ക്കാൻ പറയും. മരിച്ചിന് ചക്കയൊക്കെ എന്നും അവിക്കും കേട്ടോ. എന്നും അവിക്കാതിരിക്കാൻ പറ്റാത്ത കാലങ്ങളല്ലേ അന്ന് ഞങ്ങൾക്ക് മരിച്ചിന് ചക്കയൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും കഴിക്കാതിരിക്കാൻ പറ്റില്ല, കഴിച്ചേ പറ്റുള്ളൂ, കഴിക്കും. പക്ഷേ ഇന്ന് മരിച്ചിനും ചക്കയിലും പുറകെ ഓടാനാണ്. അന്ന് ഞങ്ങൾ വാങ്ങിക്കാതെ ഇഷ്ടം പോലെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വിലയും കൊടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാവുന്നത്. അന്നത്തെ ആ ചക്കയുടെയും മരിച്ചിനിയുടെയും കഥകളൊക്കെ. പിന്നെ എന്താ പറയുക, ഞങ്ങളങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ കർഷക കുടുംബത്തിൽ നല്ല ആക്റ്റീവായിട്ട് നല്ല 2 മക്കളായി. എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് കുറേ പാതകൾ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 2 മക്കളും നല്ല മക്കളെന്ന് പേര് കേൾക്കണം. ഞങ്ങൾ രണ്ടുപേരും ഏതായാലും വിധ ദുർസ്വഭാവങ്ങളും കാണിക്കരുത്, എപ്പോഴും നല്ലവരായിരിക്കും, ആരെയും സ്നേഹിക്കരുത്, ആരെയും അങ്ങനെ പോകരുത്, ഇങ്ങനെ പോലെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ പിന്നെ സാമാന്യ രീതിയിൽ കാണാനൊക്കെ കൊള്ളാം, നല്ല രീതിയിൽ മുടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രേമിച്ചാലോ എന്നൊക്കെ ഒരു പേടിയൊക്കെ അച്ഛനുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകാത്തതുകൊണ്ട് എൻ്റെ അച്ഛന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനമാണ്. ഞാനോ എൻ്റെ അണ്ണനോ ആരെയും പ്രേമിക്കാനും പോയിട്ടില്ല. അങ്ങനെ ഒരു ചിന്തയും ഞങ്ങൾ മനസ്സിനകത്തില്ലായിരുന്നു. ഞങ്ങൾ എന്നും അച്ഛൻ്റെ മക്കളായി തന്നെ ജീവിക്കാനായിരുന്നു മോഹം. അങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ കേട്ട് പഠിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ കുറച്ച് ചെറിയ രീതിയിലൊക്കെ വാട്ടീസൊക്കെ അടിക്കുന്ന ആളാണ് കേട്ടോ. വാട്ടീസ് അടിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളാരും ഉപദ്രവിക്കുകയും വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല. ഈ വാട്ടീസ് അടിക്കുന്ന സമയത്ത് എന്നെ പഠിക്കാനൊരു വിളിയുണ്ട് അച്ഛൻ. അന്ന് എനിക്ക് കിട്ടും 4-5 എണ്ണം. ഞാൻ പഠിക്കാൻ കേമിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വാഗ പഠിക്കില്ല കേട്ടോ. പഠിക്കാൻ അമ്മ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഈ സുറ പറഞ്ഞിരിക്കുന്ന പരിപാടിയുണ്ട്. അവരുടെ അടുത്തൊക്കെ ചെന്നാൽ നമ്മളുമൊക്കെ ഇരുന്ന് നൈസായിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അച്ഛൻ നൈസായിട്ട് വന്നിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അല്ലാതെ ഇങ്ങോട്ട് പുസ്തകം എടുത്തോണ്ടോ എന്ന് പറയും, വിളിച്ചുകൊണ്ട് പോകും. അത് പടി ഇത് തോടടി അത് പറയടി എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടിയുടെ പൂരം പൊടി പൂരമായിരിക്കും. അതൊക്കെ വായിച്ച് പിടിക്കും. അതൊക്കെ വായിച്ച് പിടിച്ചിട്ട് ലാസ്റ്റിൽ അച്ഛൻ തന്നെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് പറയും, പോട്ട് അത് പഠിക്കാത്തതുകൊണ്ടല്ലേ അച്ഛൻ അങ്ങനെ ചെയ്തത്, എന്ത് പഠിക്കാത്തതെന്നൊക്കെ ചോദിക്കും. അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അടിയൊക്കെ, നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ല. വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ പാതയിലൂടെ അച്ഛൻ പറയുന്നത് മാത്രം കേട്ടാണ് ഞങ്ങൾ വളർന്നത്. ഞാനും എൻ്റെ അണ്ണനും അങ്ങനെ തന്നെയാണ് വളർന്നത്. അതിൻ്റെ ഒരു ഗുണം ഇന്ന് ഞങ്ങൾക്കുണ്ട്, ഇല്ലയെന്ന് പറയണില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും അവിടെ തകർന്നു പോയി, മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി പോയി. അതൊക്കെ ഞാൻ വഴിയേ പറയും. ഈ കഥ ഞാൻ ഇപ്പം പറയാനുള്ള കാരണം എൻ്റെ കൂടെ എല്ലാവരും
ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം പറയണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിത കഥ പറഞ്ഞു വന്നാൽ മാത്രമേ ആ കാര്യം എനിക്ക് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കഥ ഈ രീതിയിൽ ആദ്യം മുതൽ പറഞ്ഞു വരണത്. അത് നിങ്ങൾ കേൾക്കണം. പിന്നെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിക്കും കേട്ടോ. ഡാൻസ് കളിക്കുന്നത് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന പിള്ളേർ ഞങ്ങൾക്ക് പഠിച്ചു തരും, ഞങ്ങൾ അതുകൊണ്ട് കളിക്കും. അങ്ങനെ സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഡാൻസുകാരായിട്ടാണ് അറിയപ്പെടുന്നത്. ഡാൻസ്, പാട്ട് എല്ലാത്തിനും ഒക്കെ നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ. അവിടെ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ എന്താണെന്ന് പറയാം, അച്ഛന് ഡാൻസ്, പാട്ട്, കൂത്ത്, തയ്യൽ ഇതൊന്നും ഇഷ്ടമില്ല. അങ്ങനെയൊന്നും പോകാൻ പാടില്ല. പെൺപിള്ളേരായ മാന്യ മര്യാദയ്ക്ക് സ്കൂളിലൊക്കെ പോയി പഠിക്കണം, വന്ന് വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നോളണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, പാട്ടിന്, ഡാൻസിന്, തയ്യൽ പഠിക്കാൻ, ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല. അങ്ങനെയൊന്നും വിട്ടിട്ടുമില്ല. പിന്നെ സ്കൂളിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്ന് അങ്ങനെയുള്ള കലാപരിപാടികളൊന്നുമില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ വീട്ടിലെ ജീവിത കഥകൾ. ഇനിയും ഞാൻ വരുന്നത്. താങ്ക് യു.